എനിക്കു നിൻ കൃപ മതിയേ, എനിക്കു നിൻ കൃപ മതിയേ, എനിക്കു നിൻ കൃപ മതിയേ. ദുരിതം നിറയും മരുവിലെ വാസത്താൽ, ദുരിതം നിറയും മരുവിലെ വാസത്താൽ എനിക്കു നിൻ കൃപ മതിയേ എൻ പ്രിയനെ, എനിക്കു നിൻ കൃപ മതിയേ, എനിക്കു നിൻ കൃപ മതിയേ എൻ പ്രിയനെ, എനിക്കു നിൻ കൃപ മതിയേ. ദൈവനാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നാം പാട്ട് കേൾക്കുവാനിടയായി തീർന്നത് ആദ്യം പറഞ്ഞ വചനം പ്രധാന സ്തോത്രം. ദൈവത്തിൻ്റെ ജനവും ദൈവവുമായിട്ടുള്ള ബന്ധം ജാതികൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നത്. നമ്മൾ പഠിക്കുന്നു, ദൈവം ഒരാളെ വാഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം എന്താണ്? എന്ത് അടയാളം? ഗിദെയോൻ കോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുമ്പോൾ തങ്ങൾക്കും ഇസ്രായേലിനും വരുന്ന അനർത്ഥങ്ങളെല്ലാം കണ്ട് വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദൂതൻ വന്ന് പറഞ്ഞു, ദൈവം നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഗിദെയോൻ ചോദിക്കുകയാണ്, ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് എന്താ? അപ്പോൾ ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്കുള്ളത് അടയാളങ്ങളാണ്. ദൈവം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഏറ്റവും വലിയ അനുഭവമാണ് ഇവിടെ നമ്മൾ കേട്ടത്. ജാതികൾ പരിഭ്രാന്തരാകും, യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ. 99 സങ്കീർത്തനം നമ്മൾ ഇപ്പോഴും മറന്നു പോകാത്തൊരു വാക്യമാണ്. യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ. ദൈവജനത്തിൽ ദൈവം വാഴുന്നുവെങ്കിൽ ജാതികൾക്ക് വിറയലുണ്ട്, അവർക്ക് ഭയമുണ്ടാകും. നമ്മൾ നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കുന്നത്, മതിൽ പണിയുന്നു കേട്ട് കഴിഞ്ഞപ്പോൾ ചുറ്റുമുള്ള ജാതികൾക്ക് ഭയമുണ്ട്, അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. എന്താ കാര്യം? യെരൂശലേമിന്റെ മതിൽ പണിയുന്നതിന് അവർക്ക് എന്താ കാര്യം? അവരെന്തിനാ തങ്ങൾക്ക് തന്നെ അല്പന്മാരായിട്ട് തോന്നുന്നത്? അത് മനുഷ്യവംശത്തിൽ ആത്മീക മണ്ഡലവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലുള്ള ചില വിഷയങ്ങളാണ്. ഏകസത്യ ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞ ദൈവത്തിൻ്റെ മക്കളുടെ അനുഭവം ജാതികൾ സശ്രദ്ധം നോക്കിക്കൊണ്ടിരിക്കുക. അവർക്ക് പരിഭ്രമം ഉണ്ടാകും, ഭയപ്പെട്ട് വിറയ്ക്കും, തങ്ങൾക്ക് തന്നെ അല്പന്മാരായിട്ട് തോന്നും. അപ്പം ആദ്യം നമ്മൾ കേട്ടല്ലോ, നമ്മൾ വിചാരിക്കും ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊരു ദൈവത്തിൻ്റെ ഭയത്തിൽ ഏതെങ്കിലും മദ്യഷാപ്പിൻ്റെ വാതിൽക്ക് നിൽക്കട്ടെ, അല്ലെങ്കിൽ അകത്ത് നിൽക്കട്ടെ, എത്രയോ പേര് അതിനെക്കുറിച്ച് സാക്ഷ്യം പറയാനുണ്ടാവും. എത്രയോ പേര് ശ്രദ്ധിക്കുന്നില്ലെന്ന് നടിക്കുന്നതാ. കാരണം എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടി. ഒരിക്കലും ഇവിടെ ഒരു ഭവനത്തിൻ്റെ അടിസ്ഥാനം ഇടാനായിട്ട് ഞായറാഴ്ച ഇടണം. വിശ്വാസികളാണ്, നാളുകാരിലെ വിശ്വാസികളാണ്. അടിസ്ഥാനം ഇടാനായിട്ട് വന്നപ്പോൾ അവിടെ ആ നാട്ടിലുള്ളവർ മുഴുവൻ കൂടി. അവരെല്ലാവരും അടിസ്ഥാനം കാണാൻ വന്നവരെക്കാൾ കൂടുതൽ അവരിൽ പലരും ചോദ്യം, അപ്പം നിങ്ങൾ ഞായറാഴ്ച പോവോ? അപ്പോൾ നിങ്ങൾ ഞായറാഴ്ച ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോവോ, ചെയ്യുമോ? വീട്ടുകാർ ലജ്ജിച്ചു പോയി. അപ്പോൾ നമ്മൾ വിചാരിക്കും ആരും ഒന്നും കാണുന്നില്ല എന്ന്. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നത്, പത്രോസിന്റെ ലേഖനം പറയുന്ന പ്രകാരമാണ്, ജാതികൾ നിങ്ങൾ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും അവർ പറയും കള്ളന്മാരാണ്, ദുഷ്പ്രവർത്തിക്കാരാണ്.
വെറും ദോഷികളാണ്, ഇതൊക്കെ പറയും. പക്ഷെ സന്ദർശന ദിവസത്തിൽ അവർ ദൈവത്തിന് മുമ്പാകെ ഓർത്ത് പറയും, അവർ അന്ന് ചെയ്തത് മുഴുവൻ അവർ അനീതി ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവരൊരു സാക്ഷ്യം പറയുന്ന ഒരു ദിവസമുണ്ട്. കാരണം ഇന്ന് അവർ ഈ ദുഷ്പ്രവർത്തിക്കാരാണ്, ശരിയല്ല എന്ന് വെറുക്കുന്നവരാണെങ്കിലും അവരുടെ ഉള്ളിലുണ്ട് ഇതിലെന്തോ കാര്യമുണ്ടെന്ന്. അത് അവരുടെ ഉള്ളിൽ നോട്ട് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇതാ, നമുക്ക് ഒരു ക്രമീകരണം കർത്താവ് തരുംതോറും ജാതികൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ആ ജാതികൾ നിശ്ചയമായിട്ടും അത് സാക്ഷ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട്, കർത്താവിൻ്റെ സന്ദർശന ദിവസം. അന്നാണ് ഒരാൾ കുറ്റക്കാരനെങ്കിൽ അവൻ ലജ്ജിക്കുന്നതും നീതിമാനെങ്കിൽ അവൻ പുകഴ്ച കിട്ടുന്നതും. അന്ന് ഈ ജാതികൾ തന്നെ പറയും, ആ മനുഷ്യനെ കുറിച്ചൊന്നും പറയണ്ട, ആ മനുഷ്യനെ കുറിച്ച് ഞങ്ങൾ കണ്ടിട്ടുള്ള നീതിയുള്ള മനുഷ്യൻ, ഇദ്ദേഹത്തെ ആ പണ്ടേ മുതൽ ഇങ്ങനെയാണ്. ഇത് പറയുന്ന ഒരു ദിവസം വരും. കർത്താവിൻ്റെ വചനം പറയുന്നത് ഈ ഒരു സാക്ഷ്യം ജാതികളുടെ വായ കൊണ്ട് പറയിക്കാൻ ദൈവം അവധി നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരും കാണുന്നില്ല എന്ന് വെച്ചാലും, ആരും അറിയുന്നില്ലല്ലോ എൻ്റെ സങ്കടം എന്ന് വിചാരിച്ചാൽ ഒന്നും ചെയ്യണ്ട. ദൈവമായിട്ടുള്ള ബന്ധം സൂക്ഷ്മതയോടെ വിശുദ്ധിയോടെ സൂക്ഷിച്ചു കൊള്ളുക. ദൈവം അത് വെളിപ്പെടുത്തുന്ന ഒരു ദിവസം ഒരുക്കിയിട്ടുണ്ട്. ഒരു ദിവസം അത് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ആ ദിവസത്തിന് വേണ്ടി കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.